ഹായ് മക്കളെ, നമ്മൾ ഇന്ന് കെമിസ്ട്രിയിലെ തേർഡ് ചാപ്റ്ററിനകത്തുള്ള 3 കോൺസെപ്റ്റാണ് പറയുന്നത്. ഒന്ന് റിയാക്ടിവിറ്റി സീരീസ്, 2 ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ അല്ലെങ്കിൽ ആദേശ രാസപ്രവർത്തനം, 3 ഗാൽവാനിക് സെല്ല്. ഈ 3 സാധനങ്ങളാണ് ഈ ഒരു ചെറിയ സമയം കൊണ്ട് മക്കളോട് ഒന്ന് പറയുന്നത്. നോക്കിയോ. ആദ്യം മക്കൾ ഇതിനകത്ത് റിയാക്ടിവിറ്റി സീരീസ്, നമ്മൾ ഈ ക്രിയാശീല ശ്രേണി, റിയാക്ടിവിറ്റി സീരീസ് അല്ലെങ്കിൽ ക്രിയാശീല ശ്രേണി, ഈ ശ്രേണി പഠിക്കാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, നമ്മൾ ആ ചാപ്റ്ററിനകത്തുള്ള ഒന്നും ചെയ്യാൻ പറ്റില്ല. ആദേശ രാസപ്രവർത്തനമാണെങ്കിലും ഗാൽവാനിക് സെല്ലാണെങ്കിലും ഇതൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇത് പറയാതെ എന്ത് ചെയ്യാൻ പറ്റില്ല, ചെയ്യാൻ പറ്റില്ല. ഓക്കെ ആണോ? ഇപ്പൊ നോക്കിയാണ്. ഇപ്പൊ ഇതിനകത്ത് നോക്ക്, ഈ ക്രിയാശീല ശ്രേണി നോക്ക്. ഇത് നമ്മൾ പല രൂപത്തിലും പല ആളുകളും പല രൂപത്തിലും ഇത് പഠിക്കാൻ വേണ്ടി പല ഷോർട്ട് ഫോം ഒക്കെ ഉണ്ട്. പക്ഷേ നമ്മളിത് നേരിട്ട് പഠിക്കണം ഏറ്റവും നല്ലത്. ഈ പട്ടികയിൽ 14 ആളുകളാണ് മക്കൾ. നോക്കിയേ, ഇതിനകത്ത് 14 ആളുകളാണ്. ഒന്ന് നോക്കിയേ. ഒന്ന് ഫസ്റ്റ് പൊട്ടാസ്യം ഉണ്ട്, സോഡിയം, കാൽഷ്യം, മഗ്നീഷ്യം, അലൂമിനിയം, സിങ്ക്, അയൺ, നിക്കൽ, ടിന്ന്, ലെഡ്, ഹൈഡ്രജൻ. അപ്പൊ ഇന്നേർക്ക് ഹൈഡ്രജൻ താഴെ കോപ്പർ, സിൽവർ, ഗോൾഡ്. മക്കൾ ഇതെന്താണ്? ഈ ഹൈഡ്രജൻ ഒഴിച്ച് ബാക്കിയെല്ലാം ലോഹങ്ങളാണ്. ഇതിനകത്ത് മുകൾ അടിയിലോട്ട് വരുമ്പോൾ എന്താണ്, റിയാക്ഷന്റെ തോത് കുറയുന്ന രൂപത്തിൽ അറേഞ്ച് ചെയ്തിട്ടുള്ള പട്ടികക്ക് വിളിക്കുന്ന പേരെന്താ പറയുന്നത്, റിയാക്ടിവിറ്റി സീരീസ് അല്ലെങ്കിൽ ക്രിയാശീല ശ്രേണി എന്ന് പറയുന്നത്. ഓക്കെ, ഈ ശ്രേണി ഭാഗം ഏറ്റവും നന്നായിട്ട് റിയാക്ഷനത്ത് പങ്കെടുക്കുന്ന ആളാരാണ്? പൊട്ടാസ്യാണ്. പതിയെ പങ്കെടുക്കുന്ന ആളാരാണ്? ഗോൾഡാണ്. പതിയെ പങ്കെടുക്കുന്ന ആളാരാണ്? സ്വർണ്ണാണ്. ഓക്കെ ആണോ? അപ്പൊ മക്കൾ അറിയണം, ഹൈഡ്രജന്റെ താഴെയുള്ള 3 ആള്, കോപ്പർ, സിൽവർ, ഗോൾഡ്. മുകളിലുള്ള 10 ആളുകളാണ് അല്ലെ, പൊട്ടാസ്യം മുതൽ പൊട്ടാസ്യം, സോഡിയം, കാൽഷ്യം, മഗ്നീഷ്യം, അതേപോലെ എന്താണ് മഗ്നീഷ്യം, അലൂമിനിയം, സിങ്ക്, അയൺ, നിക്കൽ, ടിന്ന്, ലെഡ്. ഇനി മക്കൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്കിത് ആവശ്യമുള്ള ഈ പട്ടിക നമുക്ക് അറിയണം. ഈ പട്ടിക അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, പരീക്ഷക്കെതിരുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ, ഇത് ആദേശ രാസപ്രവർത്തനവുമായി ബന്ധപ്പെട്ടും ഗാൽവാനിക് സെല്ലുമായി ബന്ധപ്പെട്ടും പരീക്ഷകളുടെ ചോദ്യങ്ങൾ ചെയ്യാൻ പറ്റും. എല്ലാ പരീക്ഷക്കും, എല്ലാ SLC പരീക്ഷക്കും എല്ലാ പ്രാവശ്യവും ചോദ്യം വരുന്ന ഒരു ഭാഗമാണ് ഗാൽവാനിക് സെല്ല്. നമ്മൾ കഴിഞ്ഞ മോഡൽ പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട്. നമ്മൾ SLC പരീക്ഷയ്ക്ക് എന്താണ്, ഈ ഗാൽവാനിക് സെല്ലും ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷനും കണക്ട് ചെയ്തിട്ട് ചിലപ്പോൾ എന്ത് ചെയ്യും, ചില ചോദ്യം വരാൻ സാധ്യത. നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷനുമായി ബന്ധപ്പെട്ട ഭാഗത്ത് നന്നായിട്ട് എന്ത് ചെയ്യണം, നോക്കിയേക്കണം. അവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ ചോദ്യം വരാനുള്ള ഒരു എക്സ്പെക്ടേഷൻ നമ്മൾ പ്രതീക്ഷിക്കും, അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ട ഒരു ഭാഗമായിട്ട് നമ്മളൊരു ഊഹം പറയുന്നത്. അപ്പൊ മക്കൾ നോക്കിയേക്കണം. അപ്പൊ അത് അറിയണമെങ്കിൽ ആദ്യം ഇത് അറിഞ്ഞിരിക്കണം. ഇത് പഠിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇതിനകത്ത് ഏതെങ്കിലും 2 ആളുകൾ വെച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ഈ കാര്യങ്ങളെല്ലാം ചെയ്യുക. ആ 2 ആൾ തരുമ്പോൾ ആരാണ് മുകളിൽ ആരാണ് താഴെ എന്ന് പറയാൻ പറ്റും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് തരാണ്, ഇപ്പൊ സിൽവറും അതേപോലെ അയണും തരാണ്. സിൽവർ അയൺ തരുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം, അയണാണ് മുകളിൽ അല്ലെ, സിൽവർ താഴെയാണ്. അപ്പൊ ആരാണ് മുകളിൽ? റിയാക്ടിവിറ്റി സീരീസിനകത്ത്, ക്രിയാശീല ശ്രേണിക്കകത്ത് ആരാണ് മുകളിൽ ആരാണ് താഴെ എന്നുള്ളത് നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റിയാണ്. ഓക്കെ ആണോ? അപ്പൊ ഇതിനകത്ത് എന്താണ്, മുകളിൽ ആരാണ്? മുകളിൽ അതെ അയണാണ്, താഴെ ആരാണ്? അല്ല താഴെ സിൽവർ ആണ്. സോറി, താഴെ എന്താണ്? സിൽവർ ആണ്. ഓക്കെ ആണോ? ഇങ്ങനെ പറയാൻ പറ്റിയ കേട്ടോ. ഓക്കെ ആണോ? ഇനി മക്കൾ ഇതുമായി ബന്ധപ്പെട്ട് മക്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ റിയാക്ടിവിറ്റി സീരീസ് പഠിക്കുന്ന സമയത്ത്, ക്രിയാശീല ശ്രേണി പഠിക്കുന്ന സമയത്ത് മക്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ തന്ന ആളുകൾക്കകത്തുള്ള ആളുകളുടെ ഓക്സിഡേഷൻ നമ്പർ മക്കളെ കാണാതെ അറിയണം. നമുക്ക് കാണാതെ അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ഈ ഗാൽവാനിക് സെല്ലും ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ എന്താണ്, ഈ ചാപ്റ്ററിന് അവസാനം വരുന്ന ഇലക്ട്രോപ്ലേറ്റിംഗ്, അല്ലെങ്കിൽ 4ാമത്തെ ചാപ്റ്ററിനകത്തുള്ള എന്താണ്, നമ്മൾ ഈ വൈദ്യുതി വിശ്ലേഷണം വഴിയുള്ള ശുദ്ധീകരണം, ഇലക്ട്രോലൈറ്റിംഗ് റീഫൈനിങ്, ആ ഭാഗത്തൊക്കെ ചെയ്യണമെങ്കിൽ ഇതിന്റെ ഓക്സിഡേഷൻ നമ്പർ മക്കൾ കാണാതെ അറിയണം. അപ്പൊ മക്കൾ എന്താണ്, അറിയാത്ത ആളുകളുണ്ട്, ഏറെക്കുറെ ആളുകളെല്ലാം സ്കൂളിൽ നിന്ന് പഠിച്ചിട്ടുണ്ടാവും. അറിയാത്ത ഏതെങ്കിലും മക്കളുണ്ടെങ്കിൽ ഇതിനകത്ത് ഞാൻ എഴുതി തരാം, മക്കൾ കാണാൻ പഠിച്ചേക്കട്ടോ. പൊട്ടാസ്യത്തിന്റെയും സോഡിയത്തിന്റെ ഓക്സിഡേഷൻ നമ്പർ എന്താണ്? പൊട്ടാസ്യം സോഡിയം ഓക്സിഡേഷൻ നമ്പർ +1 ആണ്. അതേപോലെ ഈ സിൽവറിനും ഗോൾഡിനും നമ്മൾ ജനറൽ ആയിട്ട് എടുക്കുന്ന ഓക്സിഡേഷൻ നമ്പർ +1, പൊതുവായിട്ട് എടുക്കുന്ന കേട്ടോ. ഇതിനകത്ത് നമ്മൾ പൊതുവായിട്ട് എടുക്കുന്ന ഡി ബ്ലോക്ക് മൂലകങ്ങളൊക്കെ ഉണ്ട്. ഡി ബ്ലോക്ക് മൂലകങ്ങൾക്ക് എന്താണ്, ചിലപ്പോൾ എന്ത് ചെയ്യും, വ്യത്യസ്ത ഓക്സിജനസ് കാണിക്കും. പക്ഷെ ജനറലി കാണിക്കുന്ന ഓക്സിഡേഷൻ നമ്പർ നമ്മുടെ എഴുതുന്നത്. അതേപോലെ മക്കൾ നമുക്ക് ഈ കാൽഷ്യത്തിന്റെ ഓക്സിഡേഷൻ നമ്പർ +2, അതേപോലെ മഗ്നീഷ്യത്തിന്റെ ഓക്സിഡേഷൻ നമ്പർ എന്താണ്? +2 ആണ്. അതിൽ അലൂമിനിയത്തിന്റെ ഓക്സിഡേഷൻ നമ്പർ മക്കളെ +3 ആണ്. സിങ്ക് +2 ആണ്. Fe കോമൺ ആയിട്ട് എടുക്കുന്നത് +2 ആണ്. നിക്കലിന്റെ കോമൺ ആയിട്ട് എടുക്കുന്നത് +2 ആണ്. ടിന്നും ലെഡ് നമ്മൾ കോമൺ ആയിട്ട് പരിഗണിക്കുന്ന +2 ഓക്സിഡേഷൻ നമ്പർ ആണ്. ഓക്കെ ആണ്. അതേപോലെ കോപ്പറിന് നമ്മൾ കോമൺ ആയിട്ട് പരിഗണിക്കുന്ന +2 ഓക്സിഡേഷൻ നമ്പർ ആണ്. ഇത്രയും കാര്യങ്ങൾ കുറിച്ച് മക്കൾക്ക് ഉദാഹരണം ഉണ്ടായിരിക്കണം. ഓക്കെ, ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട മക്കൾ നോക്കിയേ, ഇതിനകത്ത് ഈ അലൂമിനിയം +3 ആണ്. അലൂമിനിയം മക്കൾ എന്താണ്? +3 ആണ്. നോക്കി, അലൂമിനിയം +3 ആണ്. അതേപോലെ എന്താണ്, ഈ കോപ്പറും അതേപോലെ സോഡിയം, അതേപോലെ എന്താണ്, ഗോൾഡും സിൽവറും +1 ആണ്. ബാക്കി റിയാക്ടിവിറ്റി സീരീസിനകത്തുള്ള ആളുകളൊക്കെ നമ്മൾ പരിഗണിക്കേണ്ട ആരാണ്? +2 ആയിട്ടാണ്. അതിനകത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഈ കോപ്പർ, അതേപോലെ എന്താണ് Fe, സിങ്ക്, Mg, ഈ ആളുകൾ നമുക്ക് പൊതുവെ എന്താണ് ജനറലി നമുക്ക് ആവശ്യമുള്ളത്. അതേപോലെ ഈ സിൽവറും പൊതുവെ നമുക്ക് ഈ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ആണെങ്കിലും, അതേപോലെ എന്താണ്
ഈ ഗാൽവാനിക് സെല്ലാണെങ്കിലൊക്കെ നമുക്ക് ആവശ്യമുള്ള ഈ ആളുകളാണ്. അപ്പോൾ മക്കളെ ഈ ഓക്സിഡേഷൻ നമ്മുടെ മക്കൾക്ക് നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം കേട്ടോ. ആരെങ്കിലും അറിയാത്ത കുട്ടികളുണ്ടെങ്കിൽ മക്കളുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, കാണാൻ പഠിച്ചേക്കണം. ഇനി നമ്മൾ നോക്കി ആദ്യം നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷനിലോട്ട് പോകാം. എന്താണ് ആദേശ രാസപ്രവർത്തനങ്ങൾ? ആദേശ രാസപ്രവർത്തനം കേട്ടോ. ആദേശ രാസപ്രവർത്തനം നോക്ക് ഒരു ശ്രദ്ധിച്ചേക്കാം കേട്ടോ. ഇതിനകത്ത് നമുക്ക് metals having high reactivity displaces the metal having less reactivity from their salt solution. Such chemical reaction are known as displacement reaction. ക്രിയാശീലം കൂടിയ എന്താണ് ലോഹം ക്രിയാശീലം കുറഞ്ഞ ലോഹത്തെ അതിന്റെ ലവണ ലായനിൽ നിന്ന് ആദേശം ചെയ്യുന്നു. ഇത്തരം രാസപ്രവർത്തനങ്ങൾ എന്ത് വിളിക്കുന്നത്? ആദേശ രാസപ്രവർത്തനം എന്ന് പറയുന്നത്. ഇതിനെ വിളിക്കുന്ന പേരാണ് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷനുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റ്, ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ മക്കൾ എന്താണ്? റിഡോക്സ് റിയാക്ഷൻ ആണ്. ഇത് ഏത് റിയാക്ഷൻ ആണ്? ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ റിഡോക്സ് റിയാക്ഷൻ ആണ്. ഇതേതാണ്? റിഡോക്സ് റിയാക്ഷൻ ആണ്. ഒന്ന് റിഡോക്സ് റിയാക്ഷൻ ആണ്. രണ്ട് റിഡോക്സ് റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ, റിഡോക്സ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ അവിടെ രണ്ട് റിയാക്ഷൻ ഉണ്ടാവും. ഒന്ന് ഓക്സിഡേഷനും ഉണ്ടാവും, അതേപോലെ എന്താണ് റിഡക്ഷനും ഉണ്ടാവും. ഓക്സിഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്സീകരണ പ്രവർത്തനം ഉണ്ടാവും, ഓക്സീകരണം ഉണ്ടാവും, അതേപോലെ എന്താണ് നിരോക്സീകരണ പ്രവർത്തനം ഉണ്ടാവും, നിരോക്സീകരണ പ്രവർത്തനം ഉണ്ടാവും, നിരോക്സീകരണ പ്രവർത്തനം ഉണ്ടാവും. ഓക്കെയാണ്. അപ്പൊ ഈ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിഡോക്സ് ആണ്. റിഡോക്സ് പ്രവർത്തനം എന്ന് പറയുന്നതാണ് ഓക്സീകരണവും നിരോക്സീകരണവും ഒരുമിച്ച് നടക്കുന്ന പ്രവർത്തനത്തിൽ നിൽക്കുന്ന പേരാണെന്ന് പറയുന്നത് റിഡോക്സ്. മക്കൾ മറന്നു പോയേക്കരുത്. ഓക്കെയാണ്. ഈ ടേംസ് നമ്മൾ ഗാൽവാനിക് സെല്ലിലും ഇലക്ട്രോലൈറ്റിക് സെല്ലിനകത്തും വൈദ്യുത വിശ്ലേഷണ സെല്ലിനകത്തൊക്കെ നിർബന്ധമായിട്ട് ആവശ്യമുള്ള സാധനമാണ്, നിർബന്ധമായിട്ടും പഠിക്കേണ്ട സാധനമാണ് കേട്ടോ. നോക്കിയേക്കാണ്. ഇനി ഇതിനകത്ത് നോക്ക്, നമ്മൾ പറഞ്ഞതാണ് അല്ല ഐ റിയാക്റ്റീവ് മെറ്റൽ. നമ്മൾ ക്രിയാശീല ശ്രേണി നേരത്തെ പറഞ്ഞല്ലോ. ഇപ്പൊ ഇത് രണ്ട് നോക്കുകയാണെങ്കിൽ എന്താണ് ഇതിനകത്ത് Fe ആണ് ഐ റിയാക്റ്റീവ് മെറ്റൽ. ഇങ്ങനെ ഈ ഐ റിയാക്റ്റീവ് മെറ്റൽ എന്താണ്? ലോ റിയാക്റ്റീവ് മെറ്റൽസ്. ഫോർ എക്സാമ്പിൾ എന്താണ് നമ്മൾ ബീക്കറിനകത്ത്, ഇതിന്റെ അടുത്ത് ഒരു ബീക്കറിനകത്ത് എന്തുണ്ട്? ആരുണ്ട്? സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ ഉണ്ട്. അതാണ് PH നോക്കിയ സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ. ഈ സിൽവർ നൈട്രേറ്റ് സൊല്യൂഷനകത്തോട്ട് മക്കൾ നോക്കിയേ, ഞാൻ എന്ത് ചെയ്യാണ്? ഞാൻ അതിലോട്ട് എന്താണ് ഒരു ഇരുമ്പണ മുക്കി വെക്കണം. ഈ രണ്ടിനകത്ത് ഒരു ഇരുമ്പ് മുക്കി വെക്കുക. അപ്പൊ നോക്ക് നമ്മൾ എന്താണ് ലോ അല്ലെ സിൽവർ നൈട്രേറ്റിലാണ് ഇരുമ്പ് മുക്കി വെച്ചിട്ടുള്ളത്. ഈ സിൽവർ നൈട്രേറ്റിൽ ഇരുമ്പ് മുക്കി വെച്ച സമയത്ത് ശ്രദ്ധിക്കണം. ഓക്കെ, ലോ റിയാക്റ്റീവ് ഇതിനകത്ത് ലോ റിയാക്റ്റീവ് ക്രിയാശീലക്ഷണി താഴെയുള്ള ആള്, അയാളെ ലായനിയിൽ എന്താണ് ഉയർന്ന ആള്, എന്താണ് താഴെയുള്ള ആളിൽ മുകളിലെ ആൾ മുക്കി വെക്കേണ്ടത്. ഈ മുക്കി വെക്കേണ്ട ആൾ എന്തായിരിക്കണം? ഈ ക്രിയാശീല നമ്മൾ എടുക്കുന്ന ഈ രണ്ടും കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് രണ്ടാളുകളുണ്ടാവും. ആ കമ്പയർ ചെയ്യുന്ന സമയത്ത് മുക്കി വെക്കുന്ന ആള് മുകളിലാണെങ്കിൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ? റിയാക്ഷൻ നടക്കൂ. ആ റിയാക്ഷനെ വിളിക്കുന്ന പേരെന്താ പറയുന്നത്? ആദേശ രാസപ്രവർത്തനം. അത് ഏത് റിയാക്ഷൻ ആണ്? റിഡോക്സ് ആണ്. റിഡോക്സ് ആണ്. എന്തൊക്കെ നടക്കും? ഓക്സീകരണം നടക്കും, റിഡക്ഷൻ നടക്കും. ഓക്സീകരണം നടക്കുന്ന മക്കൾ ആർക്കാണ്? ഓക്സീകരണം നടക്കൽ എന്താണ്? ഐ റിയാക്റ്റീവ് മെറ്റൽസിനാണ്. ഐ റിയാക്റ്റീവ് മെറ്റൽസിനാണ് എന്ത് ചെയ്യുക? ഇതിനകത്ത് ആർക്കാണ് റിയാക്ടിവിറ്റി കൂടുതൽ? അയാൾക്കാണ് ഓക്സിജൻ. ഐ റിയാക്റ്റീവ് മെറ്റൽസിനാണ് നമുക്ക് നോക്കിയാൽ ഇതിനകത്ത് ഐ റിയാക്റ്റീവ് മെറ്റൽസിനാണ് എന്ത് നടക്കുന്നത്? ഓക്സിഡൈസ്ഡ് ഓക്സീകരണം നടക്കുന്നത്. അതിൽ ലോ റിയാക്റ്റീവ് മെറ്റൽസിനാണ് എന്ത് വിളിക്കുന്നത്? റിഡക്ഷൻ സംഭവിക്കുന്നത്. ഓക്കെ, ഇതിനകത്ത് ഇതിന് ഐനാണ് മുകളിലുള്ള ആൾക്കാണ് എന്ത് ഓക്സീകരണം നടക്കുന്നത്. ലോ റിയാക്റ്റീവ് മെറ്റൽസിനാണ് എന്ത് നടക്കുന്നത്? റിഡക്ഷൻ അല്ലെങ്കിൽ നിരോക്സീകരണം സംഭവിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ മക്കൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കി വെച്ചേക്കണം. ഓക്കെ ആണോ? ഇനി നോക്കിയേ, ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു ക്വസ്റ്റ്യൻസ് എങ്ങനെ ചെയ്യാന്നുള്ളത്. ഇപ്പൊ നോക്ക്, ഇതിന്റെ അടുത്ത് എന്താണ്? ഇതിന്റെ അടുത്ത് ഒരു ബീക്കറിനകത്ത് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ വെക്കാം. നന്നായിട്ട് ശ്രദ്ധിച്ചേക്കാം കേട്ടോ. ഇതിന്റെ കയ്യിൽ ഒരു ബീക്കറിനകത്ത് എന്താണ് മക്കൾ നോക്കിയ ബീക്കറിനകത്ത് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ഉണ്ട്. ഇതെങ്ങനെ ചെയ്യാന്നുള്ളത്. ഈ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനകത്തോട്ട് മക്കൾ നോക്കിയേ, ഒരു മഗ്നീഷ്യത്തിന്റെ, നമ്മൾ ബുക്കിനകത്തുള്ള എക്സാമ്പിൾ കേട്ടോ, ഒരു മഗ്നീഷ്യത്തിന്റെ റോഡ് എന്ത് ചെയ്ത് ഇറക്കി വെച്ചിട്ടുണ്ട്. ഒരു മഗ്നീഷ്യം ഞാൻ ഇറക്കി വെച്ചിട്ടുണ്ട്. എൻ്റെ കയ്യിലൊരു ബീക്കറിനകത്തുന്നുണ്ട് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ഉണ്ട്. അതിലോട്ടൊരു മഗ്നീഷ്യം ഞാൻ ഇറക്കി വെച്ചിട്ടുണ്ട്. ഇപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കുകയാണ് നമ്മൾ എന്താണ് ഇവിടെ റിയാക്ഷൻ നടക്കുമോ ഇല്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം നോക്കേണ്ടത്, നമുക്ക് പരിചയം രണ്ടാളുണ്ടല്ലേ, നമ്മൾ പഠിച്ച ക്രിയാശീല ശ്രേണിയിൽ ഇവിടെ മഗ്നീഷ്യം ഉണ്ട്, ഇവിടെ കോപ്പർ ഉണ്ട്. ഈ രണ്ടാൾ നോക്കുന്ന സമയത്ത് ഈ മുക്കി വെച്ചാൽ നോക്കി ഇതിലോട്ട് ഇറക്കി വെച്ച ഇയാളുണ്ടല്ലോ, ഇയാളല്ല മഗ്നീഷ്യം. ഈ മഗ്നീഷ്യം എന്താണ്? കോപ്പറേറ്റ് കമ്പയർ ചെയ്യുന്ന സമയത്ത് നോക്ക്, മഗ്നീഷ്യം നോക്ക്, മഗ്നീഷ്യം കിടക്കുന്ന ഇവിടെയാണ്, കോപ്പർ കിടക്കുന്ന എന്താണ്? അടിയിലാണ്. ഇപ്പൊ മുക്കി വെച്ചാൽ മുകളിലാണ് അല്ലെ. നമ്മൾ ഇത് ആ ടേബിൾ പഠിക്കണം എന്ന് പറഞ്ഞതുകൊണ്ടാണ്. ഓക്കെ ആണോ? ഇപ്പൊ മുക്കി വെച്ചാൽ മുകളിലാണ്, മഗ്നീഷ്യം മുകളിലായതുകൊണ്ട് ശ്രദ്ധിച്ചേക്കണം. മഗ്നീഷ്യം മുകളിലാണ്, ഇത് താഴെയാണ്. ഇവിടെ നടക്കുന്ന റിയാക്ഷൻ എന്തായിരിക്കും? ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ആണ്. അങ്ങനെ റിയാക്ഷൻ നടക്കുകയാണെങ്കിൽ ആ റിയാക്ഷന്റെ പേര് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. അങ്ങനെ നമുക്ക് അതിനോട് ഇക്വേഷൻ എഴുതാൻ പറയും. അതെങ്ങനെ ഇക്വേഷൻ ചെയ്താൽ? അത് നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് ഇക്വേഷൻ നേരത്തെ ഡെഫിനേഷൻ പഠിച്ച് ആ ഇക്വേഷൻ വളരെ ഈസിയാണ്. മുക്കി വെക്കുന്ന ആളാരാണ് മക്കളെ? മുക്കി വെക്കുന്ന ആള് ശ്രദ്ധിച്ച്, മുക്കി വെക്കുന്ന ആള് അല്ലെ മഗ്നീഷ്യാണ്. ആ മഗ്നീഷ്യല്ലേ Mg, അത് എയിലോട്ട് മുക്കി വെച്ചത് നമ്മള് കോപ്പർ അല്ലെ CuSO പോലോട്ടല്ല നമ്മൾ മുക്കി വെച്ച് നോക്കിയേക്കാം. നമ്മൾ മുക്കി വെച്ച എങ്ങോട്ടാണ്? നമുക്ക് മുക്കി വെച്ചത് എന്താണ്? CuSO പോലോട്ട് നമ്മൾ എന്ത് ചെയ്യും മക്കളെ? മുക്കി വെച്ചത്. ഇത് മുക്കി വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അവിടെ റിയാക്ഷൻ നടക്കും. ആ റിയാക്ഷൻ എങ്ങനെയാണ് നമ്മൾ പറഞ്ഞത് അല്ലേ? ഇതിനകത്ത് എന്താണ്? ഈ ഐലി റിയാക്റ്റീവ് മെറ്റൽ എന്ത് ചെയ്യും? ഈ ലെസ് റിയാക്റ്റീവ് മെറ്റലിനെ പിടിച്ച് പുറത്തുവിടും.
അപ്പോൾ പുറത്തോട്ട് സ്വാഭാവികം നോക്കി അത് പുറത്തിടുന്ന സമയത്ത് എന്തായിട്ട് മാറും നോക്കിയാൽ അത് പുറത്തോട്ട് ചാടും, അപ്പോൾ അത് ഒറ്റക്കാവും, സി യു ആയിട്ട് മാറും. ഇതിന്റെ പകരം ഈ എം ജി ഇതിലോട്ട് കയറിയിരിക്കും. എം ജിയിലോട്ട് കയറിയിരിക്കുമ്പോൾ ഇയാൾ എന്തായിട്ട് മാറും? ഓക്കെ, എം ജി കയറിയിരിക്കും. നാളത്തെ എസ് ഓഫർ അതേപോലെ തന്നെ അവിടെ നിൽക്കും. ഓക്കെ, എം ജി എസ് ഓഫർ ആയിട്ട് മാറും. കണ്ടോ, ഹൈലി റിയാക്റ്റീവ് മെറ്റൽ എന്താണ്? ലോ റിയാക്റ്റീവ് മെറ്റൽസിനെ പിടിച്ച് പുറത്തിടുന്ന ഈ പരിപാടിക്ക് വിളിക്കുന്ന പേരാന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ അല്ലെങ്കിൽ ആദേശ രാസപ്രവർത്തനം എന്ന് പറയും. ഓക്കെ ആണ്. ഇനി ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഇവിടെ ആർക്കാണ് ഓക്സിഡേഷൻ നടക്കുന്നത്, ആർക്കാണ് റിഡക്ഷൻ നടക്കുന്നത് ചോദിച്ചു. ഇവിടെ ഓക്സിഡേഷൻ നടക്കുന്ന നോക്കിയേ, ഓക്സിജൻ നടക്കുന്നത്, ഓക്സിഡേഷൻ നടക്കുന്നത്. ഇതൊക്കെ മക്കൾ ഒരുപാടൊട്ടും പഠിച്ചായിരിക്കും. ഞാൻ ഒന്നുകൂടി മനസ്സിലാൻ വേണ്ടി ലാസ്റ്റ് പറഞ്ഞു. ഓക്സിഡേഷൻ അല്ലെ, ഓക്സിജൻ നടക്കുന്നത്. ഇവിടെ നോക്കിയേ, ഓക്സീകരണം നടക്കുന്ന ആർക്കാ നോക്കിയേ, ഓക്സിജൻ നടക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ, ആർക്ക് ഓക്സിജൻ നടക്കുന്നത്? ഹൈലി റിയാക്റ്റീവ് മെറ്റൽസിനാണ്. റിയാക്ടിവിറ്റി സീരീസിന് മുകളിലുള്ള ക്രിയാശീലേഷന് മുകളിൽ ആരാണ്? എം ജി ആണ്. അപ്പൊ എം ജിക്കാണ് ഓക്സിജൻ സംഭവിക്കുന്നത്. അപ്പൊ എം ജിക്ക് ഓക്സിജൻ സംഭവിക്കുന്ന നോക്ക്, ഓക്സിജൻ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? ഓക്സീകരണം എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണെ വിട്ടുകൊടുക്കുന്ന പരിപാടിയാണ്. അപ്പൊ ആരാണ് ഇലക്ട്രോൺ വിട്ടുകൊടുക്കുക? എം ജി ആണ് ഇലക്ട്രോൺ വിട്ടു. എം ജി എത്ര ഇലക്ട്രോൺ വിട്ടുകൊടുക്കും? എത്ര ഇലക്ട്രോൺ വിട്ടുകൊടുക്കും എന്ന് പറയാൻ വേണ്ടി മക്കളെ നേരത്തെ ഞാൻ ഓക്സിഡേഷൻ നമ്പർ പഠിപ്പിച്ചത്. ഈ ഓക്സിഡേഷൻ നമ്പർ എത്രയാണോ അത്രയും ഇലക്ട്രോണുകൾ അവർ വിട്ടുകൊടുക്കും ചെയ്യും. ഇലക്ട്രോൺ വാങ്ങുകയാണെങ്കിൽ ഈ ഓക്സിഡേഷൻ നമ്പറിന് അത്ര ഇലക്ട്രോണുകൾ വാങ്ങാം. നോക്കി കേട്ടോ. പിന്നെ നോക്ക്, എത്ര ഇലക്ട്രോൺ വിട്ടുകൊടുക്കുന്ന എം ജി? 2 ഇലക്ട്രോൺ വിട്ടുകൊടുക്കും. 2 ഇലക്ട്രോൺ വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ, ഒരാൾ ഇലക്ട്രോൺ വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ ഇലക്ട്രോൺ എന്താണ് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന ചാർജ് പോസിറ്റീവ് ആണ് അല്ലെ. നമ്മൾ സാധാരണ എപ്പോഴും വിട്ടു കൊടുക്കുന്ന ആൾ എന്തായിരിക്കും? പോസിറ്റീവ്. എല്ലാം വാങ്ങി വെക്കുന്ന ആൾ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ഇത് പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ എം ജി എത്ര ഇലക്ട്രോൺ വിട്ടുകൊടുക്കും? 2. അതിന് ഓക്സിജൻ 2 ആണ്, +2 ആണ്. 2 ഇലക്ട്രോൺ വിട്ടുകൊടുക്കും. അപ്പൊ എം ജി എന്തായിട്ട് മാറും മക്കളെ? എം ജി 2+ ആയിട്ട് മാറും. വിട്ടുകൊടുക്കുന്ന ഇലക്ട്രോൺസ് ഓക്സിജൻ എഴുതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മക്കളെ, ആരോ മാർക്കിന്റെ വലത്തെ സൈഡിൽ, റൈറ്റ് സൈഡിലാണ് ഈ ഇലക്ട്രോൺ വിട്ടുകൊടുക്കുകയാണെങ്കിൽ ആ വിട്ടുകൊടുക്കുന്ന ഇലക്ട്രോൺസിനെ കാണിക്കുന്നത്. ഓക്സിജൻ ഇലക്ട്രോൺ വിട്ടുകൊടുക്കുകയാണ്. എത്ര വിട്ടുകൊടുക്കുന്നത്? 2 ഇതിന്റെ വലത്തെ സൈഡിൽ ഇവിടെയാണ് 2 ഇലക്ട്രോൺ കാണിക്കേണ്ടത്. നോക്കിയാൽ ഇനി ആർക്കാണ് റിഡക്ഷൻ നടക്കാം? ആർക്കാണ് റിഡക്ഷൻ നടക്കാം? നിരോക്സീകരണം ആർക്കാണ് നടക്കാം? റിഡക്ഷൻ അല്ലെങ്കിൽ നിരോക്സീകരണം ആർക്കാണ് നടക്കാം? നമ്മളെ നിരോക്സീകരണം സംഭവിക്കുക ഇതിനകത്ത് താഴെയുള്ള ആൾ അല്ലെ, എം ജി സി യു താഴെയുള്ള ആളാണ് സി യു ആണ്. ഇപ്പൊ ഇതിനകത്ത് നിരോക്സീകരണം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ്? ദ പ്രോസസ് ഓഫ് ഗെയിൻ ഓഫ് ഇലക്ട്രോൺ സ്വീകരിക്കാം. നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യില്ല, ഒരു മെറ്റൽ എന്ത് ചെയ്യില്ല, ലോ എന്ത് ചെയ്യില്ല, ഇലക്ട്രോൺ സ്വീകരിക്കൂല. ആരാണ് ഇലക്ട്രോൺ സ്വീകരിക്കുക? ആ ലോ. ഇപ്പോൾ കോപ്പർ ആണെങ്കിൽ കോപ്പറിന്റെ ഇലക്ട്രോൺ സ്വീകരിക്കുകയാണെങ്കിൽ ആരാണ്? അയാൾ അയോൺ ആയിരിക്കും. അപ്പൊ കോപ്പറിന്റെ അയോൺ അറിയണം. കോപ്പറിന്റെ അയോൺ അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? നേരത്തെ നമ്മൾ പഠിച്ചില്ല നമ്മള് അല്ലെ, കോപ്പറിന്റെ ഓക്സിജൻ ജനറൽ +2 ആണ്. അപ്പൊ അയോൺ ചെയ്താൽ എന്താണ്? ആ സിമ്പിൾ നേരെ എടുക്കുക, അതിന്റെ മുകളിൽ ഓക്സിജൻ നമ്പർ നേരെ +2 എന്ന് തിരിച്ച് 2+ എഴുതാം. അപ്പൊ Cu2+ ആണ് എന്ത്? കോപ്പറിന്റെ അയോൺ. അപ്പൊ കോപ്പറിന്റെ അയോൺ Cu2+ ആണ്. അപ്പൊ എന്താണ്? അയോൺ ഇലക്ട്രോൺ സ്വീകരിക്കുക. ഇവിടെ ഇലക്ട്രോൺ സ്വീകരിക്കാണ്. നമ്മൾ സ്വീകരിക്കുന്ന ഇലക്ട്രോൺ ആരോ മാർക്കിന്റെ ഇടത്തെ ഭാഗത്ത് എന്ത് ചെയ്യണം? കാണിച്ചേക്കാം. 2 ഇലക്ട്രോൺ സ്വീകരിച്ചു, എന്തായിട്ട് മാറും? അതെന്തായിട്ട് മാറും? Cu ആയിട്ട് മാറും. ഇവിടെ നടക്കുന്ന റിഡക്ഷൻ. പക്ഷെ പരീക്ഷക്ക് നമ്മൾ പ്രതീക്ഷിക്കേണ്ട സാധനം ഇതിങ്ങനെ അല്ലാതെ തന്നെ എന്ത് ചെയ്യും? ഇതിന്റെ ഓക്സിഡേഷൻ നമ്പർ വെച്ചിട്ട് ചെയ്യാൻ വേണ്ടി പറയും. ഇതിന്റെ ഓക്സിഡേഷൻ നമ്പർ വെച്ചിട്ട് ചെയ്യാൻ പറയും. അതെങ്ങനെ ചെയ്യാൻ നോക്കി കേട്ടോ. ഓക്സിഡേഷൻ നമ്പർ കൊടുത്തിട്ട് ഇതിനകത്ത് എന്താണ്? ആർക്കാണ് ഓക്സിഡേഷൻ നമ്പർ അല്ല, ആർക്കാണ് ഓക്സിഡേഷൻ നമ്പർ കൂടുന്നത്, ആർക്കാണ് ഓക്സിഡേഷൻ നമ്പർ കുറയുന്നത് വെച്ചിട്ട് ഞാൻ ഓക്സിഡേഷൻ ശ്രദ്ധിക്കണം. ഓക്സിഡേഷനകത്ത് മക്കളെ ശ്രദ്ധിക്കണം. ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ 2 ഡെഫിനിഷൻ, പ്രധാനപ്പെട്ട 2 ഡെഫിനിഷൻ ഉണ്ട്. ഓക്സീകരണത്തിന് പ്രധാനപ്പെട്ട 2 ഡെഫിനിഷൻ ഉണ്ട്. ഒന്ന് ഇലക്ട്രോൺ എന്താണ് ഇലക്ട്രോൺ വിട്ടുകൊടുക്കുന്നത്. രണ്ടാമത്തെ ഡെഫിനിഷൻ മക്കൾ ശ്രദ്ധിക്കണം. രണ്ടാമത്തെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്സിഡേഷൻ നമ്പർ ഉണ്ടല്ലോ, ഓക്സിഡേഷൻ നമ്പർ കൂടുന്ന രാസപ്രവർത്തനം. ഓക്സിഡേഷൻ നമ്പർ കൂടുന്ന ഏതെങ്കിലും ഒരാൾക്ക് ഓക്സിഡേഷൻ നമ്പർ കൂടുകയാണെങ്കിൽ, ഞാൻ ഇതിന് എക്സാമ്പിൾ ചെയ്ത് നമുക്ക് മനസ്സിലാവും. ഓക്സിഡേഷൻ നമ്പർ കൂടുന്ന രാസപ്രവർത്തനം എന്താ വിളിക്കുന്നത്? ഓക്സിഡേഷൻ എന്ന് വിളിക്കുന്നത്. അതേപോലെ നമുക്ക് റിഡക്ഷൻ അല്ലെങ്കിൽ നിരോക്സീകരണം എന്ന് പറഞ്ഞാൽ റിഡക്ഷൻ അല്ലെങ്കിൽ നിരോക്സീകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ശ്രദ്ധിക്കേണ്ടത് ഇലക്ട്രോൺ ഉണ്ടല്ലോ, ഇലക്ട്രോൺ സ്വീകരിക്കുന്ന പരിപാടി ഇവിടെ ഉണ്ടാവും. ഇലക്ട്രോൺ സ്വീകരിക്കുന്ന പരിപാടി എന്താണ്? നിരോക്സീകരണം. അതേപോലെ തന്നെ മക്കൾ എന്താണ്? ഏതെങ്കിലും ഒരാൾ ഓക്സിഡേഷൻ നമ്പർ എന്താണ് കുറയുകയാണെങ്കിൽ അയാൾക്കും സംഭവിക്കുന്നത് എന്താണ്? റിഡക്ഷൻ ആണ്. ഞാൻ ഇവിടെ ചെയ്യുമ്പോൾ മനസ്സിലാവും. ഓക്സിഡേഷൻ നമ്പർ കൊടുക്കുക. നമ്മളിപ്പോൾ നേരത്തെ പഠിച്ച ഓക്സിഡേഷൻ നമ്പർ ഉണ്ടല്ലോ, ആ ഓക്സിഡേഷൻ നമ്പർ ഇവിടെ കൊടുക്കുക. ഇവിടെ ഓക്സിഡേഷൻ നമ്പർ കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഏതെങ്കിലും ഒരാൾ ഇതേപോലെ തനിച്ച് നിൽക്കുകയാണെങ്കിൽ Cu, Mg അല്ലെങ്കിൽ എന്താണ് Fe അല്ലെങ്കിൽ എന്താണ് Cu അല്ലെങ്കിൽ എന്താണ് Na അല്ലെങ്കിൽ എന്താണ് Al അല്ലെങ്കിൽ ഇങ്ങനെ ആരെങ്കിലും O2 അല്ലെങ്കിൽ അല്ലെങ്കിൽ N2 ഇങ്ങനെ ഒറ്റക്ക് നിൽക്കുകയാണ്, ഒറ്റ ആൾ മാത്രമാണെങ്കിൽ, ഒരൊറ്റ ആൾ മാത്രം നിൽക്കുകയാണെങ്കിൽ ഓക്സിഡേഷൻ നമ്പർ നമ്മൾ കാണിക്കേണ്ടത് 0 ആണ്. അതിന്റെ ഓക്സിഡേഷൻ നമ്പർ കാണിക്കേണ്ടത് 0 ആണ്. നമ്മൾ പഠിച്ച ഓക്സിഡേഷൻ നമ്പർ കൊടുക്കേണ്ട എപ്പോഴാണ് അറിയോ? ഇതേപോലെ കൂടി കലർന്ന് നിൽക്കുകയാണ്. ഇവിടെ Cu ഉണ്ട്, അതേപോലെ എന്താണ് SO4 ഉണ്ട്. ഇത് കൂടി കലർന്ന് നിൽക്കുകയാണ്. ഇങ്ങനെ നിൽക്കുമ്പോൾ മാത്രം നമ്മൾ പഠിച്ച ഓക്സിജൻ നമ്പർ കൊടുക്കുന്നുണ്ട്. സിന്റെ ഓക്സിജൻ നമ്പർ മക്കളെ +2 ആണ്. XO4 നമ്മൾ എന്താണ് -2 ആണ്. അതുപോലെ എംജിന്റെ ഓക്സിജൻ നമ്പർ എന്താണ്? നമ്മൾ നേരത്തെ പഠിച്ച +2 ആണ്. SO4 എന്താണ്? -2 ആണ്. ഇങ്ങനെ എഴുതി വെക്കാം. ഇങ്ങനെ എഴുതിന്റെ ശേഷം മക്കളെ 2 സൈഡിലും ഒരേപോലെ ഓക്സിജൻ നമ്പർ ഭാഗം ഉണ്ടെങ്കിൽ ഇവിടെ SO4 2- ഇവിടെ 2- അയാൾ മൈൻഡ് ചെയ്യണ്ട.
ബാക്കിയുള്ള ആളുകൾ നമ്മൾ കണക്ട് ചെയ്ത് നോക്കുക. ഇവിടെ നോക്കി എം ജി നമ്മൾ കണക്ട് ചെയ്ത് നോക്കുക. എം ജിനെ കണക്ട് ചെയ്യുമ്പോൾ മക്കൾ ശ്രദ്ധിക്കണം. നോക്കി എം ജി റിയാക്ഷന് മുമ്പ് ഓക്സിജൻ ഇവിടെ നിന്നാണ് 0 ആണ്. റിയാക്ഷന് ശേഷം അത് എന്തായിട്ട് മാറി? +2 ആയിട്ട് മാറി. റിയാക്ഷൻ മുമ്പ് 0 ആണ്, ശേഷം +2 ആയിട്ട് മാറി. ഇവിടെ നോക്കി ഇവിടെ എഞ്ചിന്റെ ഓക്സിജൻ 0 എന്നുള്ള +2 ആയിട്ട് മാറില്ലേ, കൂടില്ലേ? ഓക്സിജൻ കൂടുന്ന പ്രവർത്തനം എന്താണ്? ഓക്സിഡേഷൻ. കേട്ടോ, അല്ല ഓക്സിജൻ ഇവിടെ എം ജി നമ്മൾ എഴുതിയത്. ഓക്കെ, ഇവിടെ നോക്ക് എം ജി. ഞാൻ അതേപോലെ എന്താണ് ഇവിടെ സിയു നമ്മൾ നോക്കാം. സിയു നോക്ക്, സിയു റിയാക്ഷന് മുമ്പ് സിയുന്റെ നമ്മൾ ഓക്സിജൻ +2 ആണ്. അതെന്തായിട്ട് മാറി? ശേഷം എന്തായിട്ട് മാറി? റിയാക്ഷന് ശേഷം അല്ലെ, അരോമാർക്കിന് വോൾട്ടേജ് റിയാക്ഷന് ശേഷം അതെന്തായാലും 0 ആയിട്ട് മാറി. +2 എന്ന നമ്പർ 0 ആയിട്ട് മാറുകയാണെങ്കിൽ നമ്പർ കുറതാവല്ലേ, ചെറുതാവല്ലേ, കുറയല്ലേ? ഇപ്പൊ ചെറുതാവാണെങ്കിൽ മക്കളെ ഓക്സിജൻ കുറയുകയാണെങ്കിൽ എന്താണ്? റിഡക്ഷൻ അല്ലേ. റിഡക്ഷൻ നടക്കുന്ന ഏത് ഭാഗത്താണ്? സിയുന്റെ അല്ലെ, Cu2+ അല്ലേ, അത് നമ്മുടെ എഴുതിയില്ലേ, Cu2+ എഴുതിയില്ലേ? ഓക്കെ ആണോ? അപ്പൊ ഇങ്ങനെ പരീക്ഷയ്ക്ക് എന്ത് ചെയ്യാണ് വരാൻ സാധ്യതയുണ്ട്. ഇത് ബുക്കിനകത്തുള്ള മക്കളത് ബുക്കിനകത്തുള്ള ചോദ്യമാണ്. ഇവിടെ അല്ലേ ടെക്സ്റ്റ് ബുക്കിനുള്ള ചോദ്യമാണ്. ഇവിടെ ഈ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ നടക്കുന്നതാണ് ടിക്കിടാണ്. ഇവിടെ നോക്ക് എം ജി CSO4 ഉണ്ട്. എം ജി മുകളിലാണ് ഇവിടെ എന്ത് ചെയ്യും അല്ലെ, എം ജി CSO4 നോക്കുന്ന സമയം സിയു എം ജി നോക്കണം, എം ജി മുകളിൽ ഇവിടെ റിയാക്ഷൻ നടക്കും. ഇവിടെ AG എന്താണ് സിയുൽ മുക്കി വെച്ചിട്ടുള്ളത്. AG സിയിൽ മുക്കി വെച്ച് നോക്കണം മക്കളെ, സിയുലെ താഴെയാണ് AG എടുക്കുന്നത്. അതുകൊണ്ട് ഇവിടെ എന്ത് ചെയ്യില്ല, ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ നടക്കൂല കേട്ടോ. ഇവിടെ നോക്ക് എം ജി മുക്കി വെച്ച് ഇവിടെയാണ് ZL ആണ് അല്ലെ, എം ജിന്റെ താഴെയാണ് ZN ഉള്ളത്. അതുകൊണ്ട് ഇവിടെ റിയാക്ഷൻ നടക്കും. മക്കളെ എം ജി മുക്കി വെച്ച് എന്താണ്, എം ജി AGയിലാണ് മുക്കി വെച്ചുള്ളത്. ഇപ്പൊ എം ജി AG നോക്കണം, എം ജി മുകളിലാണ് റിയാക്ഷൻ നടക്കും. ഇവിടെ സിയു എവിടെ മുക്കി വെച്ചുള്ളത്? എം ജിയിലാണ്. പക്ഷെ സിയു എന്താണ്, എം ജിനേക്കാൾ താഴെയാണ് അല്ലെ. സിയു ആ പട്ടികയിൽ എം ജിനെ താഴെ എന്ത് ചെയ്യില്ല, റിയാക്ഷൻ നടക്കൂല. ഇതേപോലെ മക്കൾ എന്താണ്, ഒരു ബീക്കറിനകത്ത് നമ്മൾ എന്താണ്, ഒരു ബീക്കറിനകത്ത് എന്താണ് സിയു മുക്കി വെക്കുക. ആ മുക്കി വെച്ച എവിടെയാണ് മുക്കി വെച്ചുള്ളത്? CSO4 ഇപ്പൊ രണ്ടും ഒരേപോലെ, രണ്ടും സിയു ആണെങ്കിലും എന്ത് ചെയ്യില്ല മക്കൾ, റിയാക്ഷൻ എന്ത് ചെയ്യില്ല, നടക്കൂല എന്നുള്ളതാണ്. ഓക്കെ ആണോ? ഇതാണ് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷനുമായി ബന്ധപ്പെട്ട് മക്കൾ മനസ്സിലാക്കുന്നത്. അടുത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം ഗാൽവാനിക് സെല്ലാണ്. ഈ ഗാൽവാനിക് സെല്ലിനെ വിളിക്കുന്ന മറ്റൊരു പേര് മക്കൾ വോൾട്ടായിക് സെൽ എന്ന് പറയുന്നത് കേട്ടോ. വോൾട്ടായിക് സെല്ല്. ഓക്കെ ആണോ? ഈ വോൾട്ടായിക് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ പരീക്ഷക്കും സാധാരണ ശ്രദ്ധിക്കും. ഗാൽവാനിക് സെൽ അല്ലെങ്കിൽ വോൾട്ടായിക് എല്ലാ പരീക്ഷക്കകത്തും ഇവിടുത്തെ ചോദ്യം വരാണെങ്കിൽ ഒരു 5-6 ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യം ആവർത്തിച്ച് മാത്രമേ ചോദിക്കൂ. ഓക്കെ, ഒന്ന് ഈ ഗാൽവാനിക് സെല്ല് കൺസ്ട്രക്ട് ചെയ്യാണോ? അപ്പൊ നമ്മൾ ബുക്കിനകത്ത് തന്ന ഒരു ഗാൽവാനിക് സെല്ല് ഞാൻ ഇവിടെ കാണിച്ചിട്ടുള്ളത്, നമ്മുടെ ബുക്കിനകത്ത് ഇന്ന് സിങ്ക് റോഡും അതേപോലെ കോപ്പർ റോഡും തമ്മിലുള്ള ഗാൽവാനിക് സെല്ലാണ്. ഇപ്പൊ സിങ്കും കോപ്പറും നോക്കുകയാണെങ്കിൽ റിയാക്ടിവിറ്റി സീരീസ് അത് മുകളിലുള്ള ആളാണ് സിങ്ക് ആണ്, താഴെയുള്ള കോപ്പർ. അതുകൊണ്ട് നമുക്ക് ഇതിന്റെ പേര് ഇങ്ങനെ കൊടുക്കാം, സിങ്ക് കോപ്പർ ഗാൽവാനിക് സെൽ. ഗാൽവാനിക് സെല്ലിന്റെ പേര് കൊടുക്കുക, അതിനകത്തുള്ള റോഡ് വെച്ചിട്ടാണ് കൊടുക്കുക കേട്ടോ. നമ്മൾ ഈ ഗാൽവാനിക് സെൽ എങ്ങനെ വരക്കാന്നുള്ളത്, ഈ ഗാൽവാനിക് സെല്ല് വരക്കാന്നുള്ളത് ഒന്ന് ഇതുമായി ബന്ധപ്പെട്ടല്ലേ ഗാൽവാനിക് സെൽ ഒന്ന് വരക്കാം. രണ്ട്, ഇവിടെ നടക്കുന്ന എനർജി ചേഞ്ച്. ഇവിടെ നോക്ക്, ഇവിടെ ഒരു ബാറ്ററി ഒന്നും ഇല്ലല്ലോ, ഇവിടെ വോൾട്ടിമീറ്റർ ആണ്, ഇവിടെ ബാറ്ററി ഒന്നും ഇല്ലല്ലോ. ഇവിടെ യഥാർത്ഥം നടക്കുന്നത് എന്താണ്, റിയാക്ഷൻ നടന്നതിന് ശേഷം എന്താണ്, റിയാക്ഷൻ നടന്നതിന്റെ ഭാഗമായിട്ട് കറണ്ട് ഉണ്ടാവണം. അപ്പോൾ ഇവിടെ എന്താണ്, കെമിക്കൽ എനർജി എന്തായിട്ട് മാറാണ്, ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറാണ്. കെമിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറാണ്. ശ്രദ്ധിച്ചോ, ഇതെങ്ങനെ കൺസ്ട്രക്ട് ചെയ്യുക, ഇവിടെ നടക്കുന്ന റിയാക്ഷൻസ് എന്തൊക്കെയാണ് ഞാൻ ഒറ്റ ഫിഗറിനകത്ത് പറഞ്ഞേക്കും. ശ്രദ്ധിച്ചേക്കും, ഞാൻ മക്കള് ഏത് ഗാൽവാനിക് സെല്ല് വരക്കാൻ ഞാൻ ഈ പറയുന്ന ഐഡിയ എടുക്കണം കേട്ടോ. സിങ്ക് കോപ്പർ ഗാൽവാനിക് സെല്ല് ഞാൻ വരക്കുന്നുണ്ട്. നമ്മൾ ഒരു ഗാൽവാനിക് സെല്ല് വരക്കാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ളത് 2 ബീക്കർ ആവശ്യമുണ്ട്. 2 ബീക്കർ ആവശ്യമുണ്ട്. ശ്രദ്ധിച്ചേക്കണം, നമുക്ക് 2 ബീക്കർ ആവശ്യമുണ്ട്. ആ 2 ബീക്കർ ശ്രദ്ധിച്ചേക്കണം. ആ 2 ബീക്കർ തമ്മിൽ എന്താണ് കണക്ട് ചെയ്യുന്ന ഒരു പാലുണ്ട്. അതിനെ വിളിക്കുന്ന പേര് മക്കളെ സാൾട്ട് ബ്രിഡ്ജ് എന്നാണ് വിളിക്കുന്ന പേര്. സാൾട്ട് ബ്രിഡ്ജ് എന്നാണ്. 2 കണക്ട് ചെയ്യുന്ന ഒരു പാലം എന്താണ്, സാൾട്ട് ബ്രിഡ്ജ് എന്നാണ്. ശ്രദ്ധിച്ചേക്കണം. അപ്പൊ ഇതിനകത്ത് ഈ സിങ്ക് കോപ്പറിനകത്ത് എന്താണ്, സിങ്ക് ആണ് റിയാക്ടിവിറ്റി സീരീസ്, അത് ഏറ്റവും മുകളിലുള്ള ആള്. അപ്പൊ നമ്മളോട് ചിത്രം വരക്കാൻ പറയുകയാണെങ്കിൽ നമ്മൾ ബുക്കിലുള്ള പ്രകാരമാണെങ്കിൽ റിയാക്ടിവിറ്റി സീരീസ് എന്ന മുകളിലുള്ള ആൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഈ ബീക്കറിന് ലെഫ്റ്റിൽ കൊടുക്കുക സിങ്ക്, റൈറ്റിൽ നമ്മൾ എന്താണ് കോപ്പർ കൊടുക്കും. നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വളരെ പ്രധാനപ്പെട്ട ഒരു സാധനം ശ്രദ്ധിക്കേണ്ടത്, നമ്മളിവിടെ ആരാണോ എടുത്ത്, ഏത് മെറ്റലാണോ എടുത്ത് അയാളെ സാൾട്ട് സൊല്യൂഷൻ ആണ്. സിങ്ക് ആണെങ്കിൽ എന്താണ്, സിങ്കിന്റെ സാൾട്ട് സൊല്യൂഷൻ ആണ് ഇവിടെ എടുക്കുന്നത്, ZnSO4. ഇവിടെ എന്താണ്, സി എടുത്തുകൊണ്ട് നമ്മൾ ഈ ബീക്കറിനകത്ത് എടുക്കുന്ന ആളാരാണ്, സിയുവിന്റെ സാൾട്ട് സൊല്യൂഷൻ ആണ്, CuSO4. ഏറ്റവും പ്രധാനപ്പെട്ട സാധനമാണ്. നമുക്ക് ശ്രദ്ധിക്കേണ്ടത് ഈ സാധനം, ഈ 2 എന്താണ്, ഈ 2 സെൽ നമ്മൾ ഈ സെല്ല് ഒരു വയർ വഴി എന്താണ് ഒരു വോൾട്ടിമീറ്റർ ആയിട്ട് എന്ത് ചെയ്യണം, കണക്ട് ചെയ്യണം. ഈ 2 നമ്മൾ ഈ ഇലക്ട്രോഡ് നമ്മൾ എന്താണ്, ഈ 2 ഇലക്ട്രോഡുകൾ നമ്മൾ എന്ത് ചെയ്യണം, ഒരു വയർ വഴി ഒരു വോൾട്ടിമീറ്റർ ആയിട്ട് കണക്ട് ചെയ്യണം. നമ്മൾ വോൾട്ടിമീറ്ററിന് എന്താണ് നെഗറ്റീവ് ഭാഗം ഉണ്ടാവും, അതേപോലെ എന്താണ് പോസിറ്റീവ് ഭാഗം ഉണ്ടാവും. ഈ നെഗറ്റീവ് ഭാഗം ഉണ്ടല്ലോ, ഈ നെഗറ്റീവ് ഭാഗം മക്കളെ റിയാക്ടിവിറ്റി സീരീസ് ആരാണോ മുകളില് അയാളുടെ ഭാഗത്ത് നെഗറ്റീവ് കൊടുക്കും, സിങ്കിന്റെ ഭാഗത്ത്. അതുകൊണ്ട് ഈ റോഡ് എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും, ഈ റോഡ് എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ ആണോ? ഇനി ഇവിടെ നമ്മുടെ റിയാക്ഷൻ നടന്നിട്ട് അല്ലെ, ഇവിടെ നമുക്ക് എന്താണ് കെമിക്കൽ എനർജി എന്തായിട്ട് മാറാണ്, ഇവിടെ കെമിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറാണ്. ഇവിടെ കെമിക്കൽ എനർജി മക്കളെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറാണ്.
ഓക്കെ ആണോ? രാസപ്രവർത്തനം നടന്ന കറണ്ട് ഉണ്ടാവണം. അപ്പോൾ ഇവിടെ ഈ റിയാക്ഷൻ നടന്നതിന്റെ ഭാഗമായിട്ട് കറണ്ട് ഉണ്ടാവും. ആ ഉണ്ടാവുന്ന കറണ്ട് അല്ലെ, കറണ്ട് ഫ്ലോ ഓഫ് ഇലക്ട്രോൺ, ആ ഇലക്ട്രോൺസ് ഇവിടെ നിന്ന് ഇങ്ങനെ സഞ്ചരിച്ച് നടത്തുമ്പോഴാണ് പോകുമ്പോൾ ഈ വോൾട്ടിമീറ്റർ എന്ത് ചെയ്യും, ഡിഫ്ലക്ട് ചെയ്യും. അതിനോട് കറണ്ട് ഉണ്ട് നമ്മൾ അറിയാം. ഓക്കെ ആണോ? ഇനി നോക്ക്, ഇവിടെ റിയാക്ഷൻ നടക്കും. ആ നടക്കുന്ന റിയാക്ഷൻ നേരത്തെ പറഞ്ഞ പോലെ റിയാക്ഷൻ എന്താണ്, ഇവിടെ നടക്കുന്ന റിയാക്ഷൻ എന്താണ്, റിഡോക്സ് ആണ്. റിഡോക്സ് ആണ് എന്തൊക്കെ നടക്കും, ഓക്സിഡേഷൻ അല്ലെ, ഓക്സീകരണം ഉണ്ടാവും. അതേപോലെ എന്താണ് റിഡക്ഷൻ അല്ലെ, നിരോക്സീകരണം ഉണ്ടാവും. ഓക്കെ ആണോ? ഇനി ഇവിടുത്തെ ആർക്കാണ് ഓക്സീകരണം, ആർക്കാണ് നിരോക്സീകരണം, ഈ ഒരു ട്രിക്ക് ഉണ്ട് മക്കളെ, വളരെ ഈസിയാണ്, വളരെ സിമ്പിൾ ട്രിക്ക് ഉണ്ട്. നോക്കിയേ, ഇതിനകത്ത് നമ്മൾ ലോൺ അല്ലെ, ലോൺ അറിയില്ല നമുക്ക്, ലോൺ കേട്ടില്ല നമ്മള്. ഈ ലോൺ ഇങ്ങനെ ചെയ്താ ലോൺ, ഈ ലോണിനകത്ത് ഈ എല്ല് എന്നുള്ള ലെഫ്റ്റ് എന്നോ അല്ലെങ്കിൽ എന്താണ് ലെഫ്റ്റ് അല്ലെങ്കിൽ എന്താണ് ലോസ്, ലെഫ്റ്റിനേക്കാൾ ഏറ്റവും നല്ല ലോസ് ആണ്, ഇലക്ട്രോൺ വിട്ടു കൊടുക്കുന്ന ആൾ ലോസ്. ഇവിടെ ലെഫ്റ്റ് ഇടത്ത്, നമ്മൾ ബുക്കിനകത്ത് പ്രകാരമാണെങ്കിലും ഏറെക്കുറെ എല്ലാ ചോദ്യപ്രകാരം ലെഫ്റ്റിൽ ഉണ്ടാവുക, അല്ലെങ്കിൽ ഏറ്റവും നല്ല ലോസ് ആണ് ലോസ്. ഓ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ നോക്കി, ഓ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഓക്സിഡേഷൻ അല്ലെങ്കിൽ എന്താണ് ഓക്സീകരണം. ഓക്സീകരണം നടക്കുന്ന റോഡ്. എ എന്ന് പറഞ്ഞ മക്കളെ ആനോഡ് അല്ലെങ്കിൽ എന്താണ് ആനോഡ് അല്ലെ, എ മലയാളത്തിൽ ഇംഗ്ലീഷ് ആനോഡ്. എൻ എന്ന് പറഞ്ഞ അതിന്റെ ചാർജ് മക്കൾ എന്താണ് നെഗറ്റീവ്, ചാർജ് അല്ലെ, എൻ നെഗറ്റീവ്. ഓക്കെ, ഇപ്പൊ ലെഫ്റ്റിലുള്ള എന്താണ് നടക്കുന്ന റോഡിന് വിളിക്കുന്ന പേര് എന്താണ്, ആനോഡാണ്. ആനോഡ് ചാർജ് മക്കൾ എന്താണ് നെഗറ്റീവ് ആണ്. ഇവിടെ നടക്കുന്ന റിയാക്ഷൻ എന്താണ്, ഓക്സിഡേഷൻ, ഓക്സീകരണമാണ്. ഓക്കെ ആണോ? ഈ ഒരു കൺസെപ്റ്റ് ആണ് മക്കൾ മനസ്സിലാക്കേണ്ടത്. ഇത് ഏത് സാധനം വരക്കാം പറഞ്ഞു കഴിഞ്ഞാലും റിയാക്ടിവിറ്റി സീരീസിനകത്ത് മുകളിലുള്ള ആൾക്കാർക്ക് ഉണ്ടാവുക, ഇലക്ട്രോൺ നഷ്ടപ്പെടുക, അയാൾക്ക് ഓക്സിഡേഷൻ നടക്കുക, അവിടെ ആനോഡ്, അവിടെ നിന്ന് ചാടുന്നതായിരിക്കും നെഗറ്റീവ് ആയിരിക്കും. ഏത് കാൽവാനിക്സിൽ വരക്കാൻ പറഞ്ഞു കഴിഞ്ഞാലും നമ്മളോട് വരക്കാൻ പറഞ്ഞ റിയാക്ടിവിറ്റി സീരീസിന് സൈഡിൽ ലെഫ്റ്റ്, മുകളിലുള്ള ആൾ ലെഫ്റ്റിലും താഴെയുള്ള ആളിന്റെ റൈറ്റിലും എടുക്കുക. അയാൾക്ക് എന്താണ് നെഗറ്റീവ് ഭാഗം കണക്ട് ചെയ്യാം, മറ്റാൾക്ക് എന്താണ് പോസിറ്റീവ് ഭാഗം കണക്ട് ചെയ്യാം. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഇനി ഇവിടെ എന്താണ്, ഇത് റിഡോക്സ് ആണ്. ഇവിടെ എന്തൊക്കെ നടക്കും, ഓക്സിഡേഷൻ നടക്കും അല്ലെ. ആനോഡ് നടക്കുന്ന റിയാക്ഷൻ എന്താണ്, ആനോഡ് നടക്കുന്ന റിയാക്ഷൻ എന്താണ്, ഓക്സിഡേഷൻ ആണ്, എന്താണ് ഓക്സീകരണമാണ്. അപ്പൊ ഓക്സീകരണം ആർക്കാ നടക്കുക, ഇവിടെ ആർക്കാ നടക്കുക അല്ലേ, നമ്മൾ നേരത്തെ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞ അതേപോലെ തന്നെ ഹൈലി റിയാക്റ്റീവ് മെറ്റൽ ആണ്. അല്ലെങ്കിൽ ഇവിടെ നോക്ക്, ഇവിടെ നടക്കുന്ന ആളാണ്, ലെഫ്റ്റിലുള്ള ആൾക്കാണ്. നെഗറ്റീവ് ആയിട്ട് അല്ലെ, നെഗറ്റീവ് ചാർജ് കണക്ട് ഉള്ള ആൾക്കാണ് ഓക്സിഡേഷൻ നടക്കുക. അല്ലെങ്കിൽ ഹൈലി റിയാക്റ്റീവ് മെറ്റലിനാണ്, ഹൈലി റിയാക്റ്റീവ് മെറ്റലിനാണ് എന്തെടുക്കുക, ഓക്സിഡേഷൻ, ഓക്സിജൻ നടക്കുക അല്ലെ. ഇതിനകത്ത് എന്താണ് ലോ റിയാക്റ്റീവ് മെറ്റൽസിനാണ് എന്തെടുക്കുക, റിഡക്ഷൻ അല്ലെങ്കിൽ എന്തെടുക്കുക, നിരോക്സിൻ സംഭവിക്കുക. ഹൈലി റിയാക്റ്റീവ് സിങ്ക് ആണ്. ഞാൻ നേരത്തെ ഒരുപാട് വട്ടം പറഞ്ഞു, നമ്മൾ ഇതിനകത്ത് പറഞ്ഞു അല്ലെ, സിങ്കിന് ഓക്സിഡേഷൻ നടക്കുക എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണെ വിട്ടുകൊടുക്കണം. സിങ്ക് എത്ര ഇലക്ട്രോണെ വിട്ടുകൊടുക്കും, സിങ്കിന്റെ ഓക്സിഡേഷൻ നേരത്തെ പഠിച്ചു, +2 ആണ് അല്ലെ. ഇപ്പൊ 2 ഇലക്ട്രോൺ വിട്ടുകൊടുക്കും, 2 ഇലക്ട്രോൺ വിട്ടുകൊടുക്കും സിങ്ക് എന്തായിട്ട് Zn2+ ആയിട്ട് മാറും അല്ലെ. സിങ്ക് ഇലക്ട്രോൺ വിട്ടു കൊടുക്കുന്നതുകൊണ്ട് നേരത്തെ പറഞ്ഞു റൈറ്റ് സൈഡിലെ കാണിക്കുന്നുണ്ട്, ആ 2 ഇലക്ട്രോൺസ് എന്ന റൈറ്റ് സൈഡിലെ കാണിച്ചിട്ടുണ്ട് വിട്ടുകൊടുക്കുന്ന ഇലക്ട്രോൺസ്. ഇതാണ് ഇക്വേഷൻ. ഇനി റിഡക്ഷൻ മക്കളെ, റിഡക്ഷൻ നടക്കുന്ന അല്ലെ, റിഡക്ഷൻ അല്ലെങ്കിൽ നിരോക്സീകരണം. നിരോക്സീകരണം നടക്കുന്ന റോഡ് ഏതാണ്, കാഥോഡ് ആണ്. ഇവിടെ കാഥോഡ് മക്കളെ പോസിറ്റീവ് ആണ്, എന്തേ കാഥോഡ് അല്ലെ. ആനോഡ് നെഗറ്റീവ് ആണ് ഉറപ്പിച്ചോ, മറ്റെന്തായിരിക്കും പോസിറ്റീവ് എന്തായിരിക്കും, കാഥോഡ് ആയിരിക്കും. കാഥോഡ് ഇലക്ട്രോൺ സ്വീകരിക്കാണ്. ആരാണ് ഇലക്ട്രോൺ സ്വീകരിക്കുന്നത് മക്കളെ, റിഡക്ഷൻ തന്നെ കോപ്പർ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ പറഞ്ഞ പോലെ ഇലക്ട്രോൺ ഒരിക്കലും എന്ത് ചെയ്യില്ല, ലോഹങ്ങൾ സ്വീകരിക്കൂല. ആരാണ് സ്വീകരിക്കുക, ലോഹങ്ങൾ അയോൺ ആണ്. കോപ്പറിന്റെ അയോൺ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, Cu2+ ആണ്. അതെന്ത് ചെയ്യും, ഇലക്ട്രോൺ സ്വീകരിക്കും. സ്വീകരിക്കുന്ന ഇലക്ട്രോൺസ് എവിടെ കാണിക്കണ്ടേ, ആരോ മാർക്കിന്റെ ഈ ഇടത്തേ ഭാഗത്ത് ലെഫ്റ്റ് സൈഡിലാണ് കാണിക്കേണ്ടത്. എത്ര ഇലക്ട്രോൺ സ്വീകരിക്കും, അതിന്റെ ഓക്സിജൻ നമ്പർ എത്രയാണോ അത്ര ഇലക്ട്രോൺ, 2 ഇലക്ട്രോൺ എന്ത് ചെയ്യും, സ്വീകരിക്കും. അതെന്തായിട്ട് മാറും, Cu ആയിട്ട് മാറും. എന്തായിട്ട് മാറും, Cu ആയിട്ട് മാറും. ഓക്കെ ആണോ? ഈ റിയാക്ഷന്റെ ഭാഗമായിട്ട് ഇലക്ട്രോൺസ് ഇവിടുന്ന് അങ്ങോട്ട് പോകും. ആ ഇലക്ട്രോൺസ് അല്ലെ, ഈ ഫ്ലോ ഓഫ് ഇലക്ട്രോൺ കാരണം അവിടെ എന്ത് ചെയ്യും, കറന്റ് ഉണ്ടാവും. മക്കളെ ഗാൽവാനിക് സെല്ല് കൺസ്ട്രക്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് അവിടെ നടക്കുന്ന റിയാക്ഷൻസ് എന്നാണ്. ഇത് റിഡോക്സ് ചെയ്താൻ പറയും. റിഡോക്സ് എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും റിഡോക്സ് രണ്ടും കൂട്ടിയതാണ്. കൂട്ടിയത് നമുക്ക് ശ്രദ്ധിക്കേണ്ടത് ഈ ലെഫ്റ്റിൽ ഇവിടെ ആരാണ്, Zn അല്ലെ. റിഡോക്സ് ചെയ്താൻ പറഞ്ഞാൽ വളരെ ഈസിയാണ്. റിഡോക്സ് ചെയ്താൻ പറഞ്ഞാൽ ലെഫ്റ്റിലുള്ള ആരാണ്, ഇവിടെ Zn. ഇവിടെ ലെഫ്റ്റിലുള്ള ആരാണ്, Cu2+ഉം 2 ഇലക്ട്രോൺസ് ഉണ്ട്. അതിനായിട്ട് എന്താണ് ഇലക്ട്രോൺസ് ചെയ്തേണ്ട, Cu2+ മാത്രം ചെയ്താൽ Cu2+. ഞാൻ ആരോ മാർക്ക് ഇടാം. ഇവിടുത്തെ റൈറ്റിലുള്ള ആരാണ്, ഈ ഭാഗമാണ് ഇലക്ട്രോൺ ബൈൻഡ് ചെയ്യേണ്ട, ഉണ്ടാവുക Zn2+ ഉണ്ടാവും. ഇനി ഇവിടുത്തെ റൈറ്റിൽ ആരാണ്, Cu. ഇങ്ങനെ ചെയ്താണ് ഇവിടുത്തെ റിഡോക്സ് റിയാക്ഷൻ. നമ്മൾ എല്ലാ പരീക്ഷയ്ക്കും ചോദിക്കുന്നതാണ്. ഇങ്ങനെ ഏത് ഗാൽവാനിക് സെല്ലുമായി ബന്ധപ്പെട്ട സാധനം നിന്ന് കഴിഞ്ഞാൽ മക്കൾ ചെയ്യണം, ചെയ്യാൻ പറ്റിയേക്കണം. നമ്മൾ ടെക്സ്റ്റ് ബുക്കിനോ PYQ ക്വസ്റ്റിനകത്ത് ഇത്തരം ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ഐഡിയ വെച്ചിട്ട് മക്കൾ എന്താണ് ചെയ്യാൻ പറ്റും നോക്കാം കേട്ടോ. ഞാൻ വേറൊരു ഐഡിയയുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരു അടുത്ത ഷോർട്ട് വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബൈ.